വീട് വാടകയ്ക്ക് കൊടുത്തു. ഒഴിയാൻ പറഞ്ഞിട്ടും അവര് ഒഴിഞ്ഞു പോകുന്നുമില്ല. ഇതൊക്കെ ഗുണ്ടകൾ വന്നിരിക്കുന്നു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് ശിവ. നീ വിഷമിക്കണ്ട രേബ, ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. നീ വേഗം ലഡ്ഡു സിംഗ് സാറിനോട് വരാൻ പറ. പപ്പ ലഡ്ഡു സിംഗ് സാറിന് കോൾ ചെയ്ത് കഴിഞ്ഞു. നീ എത്രയും പെട്ടെന്ന് വാ. ഫ്രണ്ട്സ്, രേവയ്ക്ക് നമ്മുടെ സഹായം ആവശ്യമാണ്. അവരുടെ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. വരും, നമുക്ക് പെട്ടെന്ന് അവിടേക്ക് പോണം. ഈ വഴിയിൽ കൂടി പോയാൽ ഒരുപാട് താമസിക്കുമല്ലോ. മോളെ, ഒന്ന് നിർത്ത്. എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നേ? ലഡ്ഡു സിംഗ് സാർ വന്നത് വളരെ നന്നായി. ഇവര് നല്ല ആൾക്കാരാണെന്ന് കരുതി ഞാൻ എന്റെ വീട് വാടകയ്ക്ക് കൊടുത്തു. ഇവരാണെങ്കിൽ വീട് ഒഴിഞ്ഞു പോകുന്നുമില്ല. തെറ്റായ വിൽപ്പത്രം ഉണ്ടാക്കി വീട് കൈക്കലാക്കി വെച്ചിരിക്കുക ഇവര്. എന്ത് തെറ്റായ വിൽപത്രം ഉണ്ടാക്കിയെന്നോ? ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ദൂരെ കള്ളപ്പത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ ആൾക്കാർ പറയും അങ്ങനെയൊന്നും ചെയ്യല്ലേ, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് വരുന്ന്. മാത്രമല്ല, എന്റെ പരിധിയിൽ കള്ള വിൽപത്രം ഉണ്ടാക്കി വീട് വിൽക്കുവാൻ ആർക്കാണ് അവിടെ ധൈര്യം വന്നിരിക്കുന്നത്? ആരവിടെ വീട് മോഷ്ടിക്കുന്നവൻ? ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങളെ ഒരു കള്ളത്തരവും കാണിച്ചില്ല. ഇത് കണ്ടോ നിങ്ങൾ? ഇവര് തന്നെ ഇവരുടെ വീട് ഞങ്ങൾക്ക് വിറ്റതറിയോ? ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. ഇതാണ് ഈ വീടിന്റെ ശരിക്കുള്ള ബിൽപത്രം. കണ്ടിട്ടില്ലാന്നെങ്കിൽ നോക്കിക്കോളൂ. അതുകൂടാതെ വീട് രജിസ്റ്റർ ചെയ്ത കടലാസും ഉണ്ട്. ഇത് മതിയോ, അല്ലെങ്കിൽ കൂടുതൽ തെളിവ് ആവശ്യമുണ്ടോ? ഈ പറയുന്നതൊക്കെ പച്ചക്കള്ള. മതിയാക്ക്, മതി മതി, എല്ലാരും ഒന്ന് പെട്ടെന്ന് മതിയാക്ക്. എനിക്ക് രേവയുടെ അച്ഛനെ കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ അറിയാം. അയാള് ഒരിക്കലും നുണ പറയില്ല. എനിക്ക് ഈ പേപ്പറിൽ എന്തോരം കള്ളത്തരം ഉണ്ടോന്ന് സംശയം. എന്ത് കള്ളത്തരമോ? രജിസ്റ്റർ ചെയ്ത ഗവൺമെന്റ് പേപ്പർ കണ്ടിട്ട് കള്ളത്തരം എന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് ഈ ഇൻസ്പെക്ടർ എന്നെ കള്ളനാണെന്നാ തോന്നുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് നിന്ന് ഇയാള് പണം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. തന്നെ ജയിലിൽ പറഞ്ഞേക്കും. ഒരു സ്ത്രീയുടെ നേരെ താൻ കയ്യോങ്ങിയിരിക്കുന്നേ. ഇല്ല, ചീറ്റിംഗ്, ഇത് പറ്റിക്കലാണ്. ശരിക്കും നിങ്ങൾ തന്നെയാണ് കള്ളത്തരം കാണിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഞാൻ കുറ്റക്കാരനായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരാം. കോർട്ടിന്റെ ഓർഡറുമായിട്ട് ഞാൻ ഇപ്പൊ വരും. പോലീസിനും കോടതിനെയൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ട് വരും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നോക്കി നിൽക്കാതെ വേഗം വണ്ടി വിട. ഒന്ന് പതുക്കെ പോടേ. ഞമ്മക്ക് കോടതി വക്കീലെന്നൊക്കെ പറഞ്ഞ ഞമ്മൾ അങ്ങനെയൊന്നും പേടിക്കൂല. ഞമ്മളൊരു കാര്യം ഏറ്റാല് അതിന്റെ ഒടുക്കം വരെ ഞമ്മള് പിന്മാറൂല. ഒന്ന് മര്യാദയ്ക്ക് നിർത്തോ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് നിയമവിരുദ്ധമാണ്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്കൂ, അല്ലെങ്കിൽ സംഭവിക്കുന്നത് വേറെ ആയിരിക്കും. അതെ, സംഭവിക്കുന്നത് വേറെ ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഒരു കുട്ടി വന്ന് നമ്മളെ വെല്ലുവിളിക്കുന്നു. കുട്ടി, മര്യാദക്ക് വീട്ടിൽ ചെന്ന് ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ നോക്ക്. എന്നിട്ട് കൂട്ടുകാരുമായിട്ട് കളിക്ക്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, എന്റെ പേര് ശിവ എന്നാണ്. നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ട് നിക്കണത്? ഓനെ തല്ലിന്. ശിവ, സൂക്ഷിക്കണേ.
ഇനി ബോസ് തല്ലിക്കോ. അന്നോട് വഴക്കണ ഇമ്മക്ക് നേരല്ല, നമ്മള് പോവാണ്. പണിയൊക്കെ ഒതുക്കിയിട്ട് നമ്മള് തിരിച്ചു വരും. അന്നെ കണ്ടോളാടോ. ശിവ. ശിവ, നീ കൃത്യസമയത്താണ് ഇവിടെ എത്തിയത്. വളരെ നന്ദി ശിവ. ലഡ്ഡു സിംഗ് സാർ, പ്രേക്ഷകരോടൊന്ന് പറയൂ, കള്ള വിൽപത്രം ഉണ്ടാക്കി വീട് മോഷ്ടിക്കുന്ന ഗ്യാങ്ങിനെ താങ്കൾ എങ്ങനെയാണ് വിരട്ടിയത്? ആ കള്ളന്റെ പേര് ബബ്ബനാണെന്ന് പറയുന്നത് കേട്ടല്ലോ. പപ്പനായാലും ശരി കുപ്പനായാലും ശരി, അവനൊരു പേരും കള്ളമാണ്. മറ്റുള്ളവരുടെ വീട് മോഷ്ടിക്കല അവന്റെ പണി. ഞാൻ പോലീസ് ഫോഴ്സിനെ കൊണ്ടുവരാൻ പോയപ്പോ അവൻ പേടിച്ചവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ഇനി ഒരിക്കൽ കൂടി അവൻ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചെറുതിലൂടെ ചാട്ടുമ്പോൾ ചാടിക്കും. ഇയാൾക്കറിയില്ല നമ്മൾ ആരാണെന്നുള്ള കാര്യം. ഓനെ പാഠം പഠിപ്പിക്കേണ്ട സമയം അടുത്ത് വന്നിരിക്കണ്. അത് കഴിഞ്ഞിട്ട് വേണം ആ കുട്ടീനെ ഒരു പാഠം പഠിപ്പിക്കാൻ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കണത്. നമ്മള് കള്ളത്തരത്തിൽ പിടിച്ചു പറ്റിയ വീട് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വൈദ്യ പോയിക്കണേ. നമ്മുടെ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ നിയമപുസ്തകങ്ങളും പെട്ടെന്ന് എടുത്തു കൊണ്ടുപോവാ പേടാ. ഇതിന്റെ ഓരോ പേജും തുറന്ന് നോക്കി വീടിന്റെയും കടകളുടെയും എല്ലാ നിയമത്തിന്റെ കടലാസുകളും എടുത്ത് പുറത്തേക്ക് വെക്കേ. വേഗം വേണം. പക്ഷെ സാറിങ്ങനെ ഒരുപാട് വായിച്ചാ പിന്നെ സാറിനൊന്നും ഓർമ്മ കിട്ടില്ല. പേടാറാം, എരിയുന്ന തീയില് വെറുതെ എണ്ണ ഒഴിക്കല്ലേ കേട്ടാ. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പഠിപ്പില് മോശമായിരുന്നു. നീ ആരോടും പറയല്ലേ. ഞാൻ പഠിക്കാനിരുന്നാൽ അപ്പൊ തന്നെ എനിക്ക് ഉറക്കം വരുമായിരുന്നു. അന്ന് മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് സാറിന് നല്ല ബുദ്ധി ഉണ്ടായേനെ. ലഡ്ഡു സിംഗ് സാറേ, നമ്മൾ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നിക്കണത്. ഒരുത്തൻ നമ്മുടെ സ്വന്തം പൊരേന്ന് ഇറങ്ങിപ്പോകാൻ നമ്മളോട് പറയാണ്. നിങ്ങൾ നമ്മളെ ഒന്ന് സഹായിക്കപ്പാ. ഈ വയസ്സാം കാലത്ത് നമ്മൾ എങ്ങോട്ട് പോവാനാണ്? സാറേ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നിരിക്കും. പെടറാം, തടിയന്മാരായ 2 പോലീസുകാരെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. പക്ഷെ സാറേ, നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ തടിയന്മാരായ പോലീസുകാരില്ലല്ലോ. പെടറാം, ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഉടനെ വീനർ സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യേ. ഇദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കേ. അവർ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാവലായി നിൽക്കട്ടെ. മനസ്സിലായ? ഇതെന്റെ ഓർഡറാണ്. ആ ബബ്ബരെന്ന പെരുങ്കള്ളനുണ്ടല്ലോ, ഓൻ പോലീസിന്റെ വേഷത്തിൽ വന്നാണ് നമ്മളെ പേടിപ്പിക്കണത്. പേടാറാം, നീ ഇതും കൂടി അവരോട് പറഞ്ഞേക്കേ. ആ കള്ള പോലീസ് ഇൻസ്പെക്ടറെ പിടിച്ചു വലിച്ച് എന്റെ മുമ്പിൽ എത്തിക്കണമെന്ന് വേഗം അവരോട് ഫോൺ ചെയ്ത് പറ. എന്റെ മോനെ, അനക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണ്. ഈ ഉപ്പൂപ്പാന്റെ പെര ഇങ്ങള് 2 കൂടി രക്ഷിക്കണം. നമ്മൾ ഇറങ്ങുകയാണ്. വീണ്ടും കാണാൻ കേട്ടോ. ഇങ്ങക്കറിയോ, ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ഓം വളരെ നല്ലോനാണ്. ഇങ്ങള് 2 എപ്പോഴെങ്കിലും കണ്ടിരിക്കണ? ഇല്ലില്ല, കണ്ടിട്ടില്ല. ഞങ്ങള് വീനസ് സിറ്റിന്ന് വരുന്നവരാ. ലഡ്ഡു സിംഗ് എന്നുള്ള പേര് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. നോക്കീന്, ആ കൊള്ളക്കാരൻ വന്നേക്കണ്. കണ്ട, പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിലാ വന്നിരിക്കണത്. ഓൻ എന്ത് ധൈര്യമായിട്ടാണത്? എന്റെ മൊയിലിയാരെ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നേ. ഇനി കണ്ടോ അവനിട്ട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന്. അല്ല, നിങ്ങൾ വീനസ് സിറ്റി പോലീസ് സ്റ്റേഷനിലെ സ്റ്റാഫാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയില്ല അല്ലേ, ഇത് എന്റെ ഏരിയ ആണ്. ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. വന്നാലും നമുക്ക് അകത്തേക്ക് പോകാം. എന്തായി കാണിക്കുന്നത്? എന്തിനെ വലിച്ചു കൊണ്ടുപോണേ? വിട്. എന്നെ ഒന്ന് വിടാൻ. എന്നെ തല്ലല്ലേ, എന്നെ വിട്. എന്നെ തല്ലല്ലേ.
എന്നെ വിടാൻ. ഈനാണ് പറയണത് സ്വന്തം കുഴി കുഴിച്ച അതിൽ വീഴൂന്ന്. ഇങ്ങനെ ഒരു ഇടി കണ്ടപ്പോ പെയ്ത്ത് സന്തോഷം. ഇന്ന് മുതൽ ഇൻസ്പെക്ടർ ഉമ്മക്കെതിരായിട്ട് ടിവിയിൽ ഒന്നും പറയൂല നമ്മള് കരുതണ്. ഇനി ആ കുരുത്തം കേട്ട കുട്ടീനെ ശരിയാക്കണം. എന്താണ് അവന്റെ പേര്? ആ ശിവ. അത് കണ്ടോ, അവിടെ ഉണ്ടാ ചെക്കൻ. വാ നമുക്ക് പോവാം. ശിവ, നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. പക്ഷെ ഇതുപോലെ ഈ നഗരത്തിൽ എത്ര പേര് കാണും? അവരെയൊക്കെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അവരെ കാര്യം എന്ത് ചെയ്യും? ഇതൊരു ഗ്യാങ് ആണ് രേവ. ഇവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നമ്മൾ ജയിലിലിടണം. ബബ്ബൻ ബോസ് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു. അവനെ കൈയോടെ പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ചെക്ക താഴെ ഇറങ്ങ്. നീ കുറച്ചു പേരെ വരട്ടെ എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ ചെല്ലണം. വന്നേ, ഇറങ്ങാനാ പറഞ്ഞത്. ഞാൻ ആരെയും അടിച്ചിട്ടില്ല. കുറെ ആൾക്കാർ വന്ന് രേവയുടെ വീട് കൈക്കലാക്കാൻ നോക്കി. ഈ കഥകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാ മതി. വേഗം നടക്ക്. എനിക്ക് തോന്നുന്നത് ഇവര് കള്ള പോലീസാണെന്നോ. എത്രയും പെട്ടെന്ന് ഈ വിവരം നമ്മൾ പോലീസിനെ അറിയിക്കണം. നീ ഭയങ്കര വളഞ്ഞ വിത്താണല്ലോ. തന്നെ ആ ഫോണിങ് തരാൻ. ശരി, വേഗം കോൾ ചെയ്ത് പറ. ആ ശരി ബോസ്, കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടേക്ക് എത്തും. ഇവര് കള്ള പോലീസാണ്. ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ കൂട്ടുകാരെവിടെയാണ്? ചിലപ്പോ അവര് ബബ്ബൻ ബോസിന്റെ അടുത്ത് കാണും. ബബ്ബന് ഫോൺ ചെയ്യ്. പറയടാ, എവിടെടാ ശിവ? ഞങ്ങളിത് അവനെയും കൊണ്ട് എത്താറായി ബോസേ. കൊള്ളാം, നമുക്ക് സന്തോഷായി. ഇനി ഓനെ ഞമ്മളെടുത്തോളാം. ഈ അല്ലേ പറഞ്ഞത് ഓനെ കൊണ്ടുവരുമെന്ന്? ഇപ്പൊ ഓനല്ല അന്നെ കൊണ്ടുവന്നത്. എല്ലാം ശരിയല്ലേ? എന്റെ കൂട്ടുകാരെവിടെയാണ്? നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. ബബ്ബൻ അങ്കിൾ ഫൈറ്റ് ചെയ്തിട്ട് ജയിലിൽ പോണോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാതെ പോണോ? ഈ കോടതി വക്കീലും പോലീസുകാരൊക്കെ ബബ്ബന് വെറും കാറ്റ് പോലാണ്. ബബ്ബന്റെ മുന്നിൽ ഈയൊക്കെ വെറും കൊതുകാട് പോലെ കൊതുക് എമ്മള് വിടൂല.
ഓനെ ഇടിച്ച് താത്ത്. ചുമ്മാ. വേണ്ട വേണ്ട, ഇൻസ്പെക്ടർ നിങ്ങൾ എവിടെയാണ്? വേഗം വന്ന് അറസ്റ്റ് ചെയ്യ്. ഞമ്മക്കിനി പറ്റൂല അടി മേടിക്കാൻ. സറണ്ടർ ആവാൻ നമ്മൾ റെഡിയാണ്. ലഡ്ഡു സിംഗ് ഓർത്തപ്പോ ഇതാ ലഡ്ഡു സിംഗ് എത്തിക്കഴിഞ്ഞു. താങ്ക് യു ശിവ. എടാ റാം, എല്ലാരും പിടിച്ച് ജയിലിനകത്ത് കൊണ്ടിട്. എനിക്ക് ടിവിയിൽ ഇന്റർവ്യൂ കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു. അവരോട് പറയണം ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഇവന്മാരെ പിടിച്ചതെന്ന്. ഹൈ